ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. വരലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ചൊല്ലാവുന്ന ഏറ്റവും ശക്തിമത്തായൊരു മന്ത്രമാണ് ഇപ്പോൾ ഇവിടെ ചൊല്ലിയത്. ഓം എന്നത് യൂണിവേഴ്സൽ സൗണ്ട്, ഏറ്റവും പവിത്രമായ ശക്തി മന്ത്രം. ശ്രീം എന്നാൽ ധനം, സമ്പത്ത്, സമൃദ്ധി എന്നിവയുടെ ബീജമന്ത്രമാണ്. ഹ്രീം എന്നാൽ ശക്തിയുടെയും ഊർജത്തിൻ്റെയും ബീജമന്ത്രമാകുന്നു. ക്ലീം എന്നാൽ ആകർഷിക്കുന്നതിനുള്ള ആകർഷണ മന്ത്രത്തിൻ്റെ ബീജമാണ്. മഹാലക്ഷ്മിയെ എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി. നമഃ എന്നാൽ നമിക്കുന്നു, സമർപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്നു. വരലക്ഷ്മി പൂജ എന്നാൽ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ഭഗവതിയെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയും കൂടാതെ സുമംഗലികൾ അവരുടെ ഭർത്താക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായും അനുഷ്ഠിക്കുന്ന ഐശ്വര്യ പൂജയാണ്. ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുൻപുള്ള വെള്ളിയാഴ്ചയാണ് സാധാരണയായി വരലക്ഷ്മി പൂജ ചെയ്യുന്നത്. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യവും ദീർഘായുസ്സും കൂടാതെ ഗൃഹത്തിൽ സർവ്വവിധത്തിലുള്ള അഷ്ടൈശ്വര്യ സമ്പദ് സമൃദ്ധിക്കുമാണ് വരലക്ഷ്മി പൂജ അനുഷ്ഠിക്കുന്നത്. കടബാധ്യതകൾ തീരാനും രോഗാദി ദുരിതങ്ങൾ നീങ്ങാനും കന്യകൾക്ക് നല്ല മംഗല്യ സൗഭാഗ്യത്തെ ഉണ്ടാവാനും സുമംഗലികൾക്ക് ദീർഘമംഗല്യത്തിനും വരലക്ഷ്മി പൂജ കൊണ്ട് സാധിക്കുന്നു. വരലക്ഷ്മി പൂജയുടെ ഈ പ്രാധാന്യം കണക്കിലെടുത്ത് ഭക്തന്മാരെല്ലാം വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പൂജ ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദു ഉത്സവങ്ങളിൽ വെച്ച് വരലക്ഷ്മി പൂജയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കാരണം സമ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ആവോളം ലഭിക്കുന്ന ദിനമാണ് ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുൻപുള്ള വെള്ളിയാഴ്ച ദിവസം. അതിനാൽ ഈ ദിവസം വരലക്ഷ്മി പൂജ ചെയ്ത് ലക്ഷ്മി ഭഗവതിയെ പ്രസാദിപ്പിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും സമാധാനവും നൽകുമെന്നും ലോകമെമ്പാടുമുള്ള ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. വരലക്ഷ്മി പൂജയ്ക്ക് വളരെയധികം ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഗൃഹമെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി തീർത്ഥം തെളിച്ച് ശുദ്ധിയാക്കണം. മനോഹരങ്ങളായ ദീപങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും മോടി പിടിപ്പിക്കണം. കൂടാതെ ഭംഗിയുള്ള കോലങ്ങൾ വരയ്ക്കുകയും ബഹുവർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു. ദേവിയെന്ന് സങ്കല്പിച്ച് നന്നായി ഒരുക്കിയ കലശം സ്ഥാപിക്കുന്നു. കലശം എന്നാൽ വെള്ളിയുടെയോ ചെമ്പിൻ്റെയോ ചെറിയ കുടം, പുതിയതോ അല്ലെങ്കിൽ പഴയത് നന്നായി കഴുകി തുടച്ചെടുത്തതിൽ ശുദ്ധമായ ജലം, അരി, നാണയം, മഞ്ഞൾ, കുങ്കുമം, വെറ്റില എന്നിവയും ഇട്ട് മഞ്ഞളും കുങ്കുമവും കൊണ്ട് തിലകം കുടത്തിന്മേൽ ചാർത്തി കുടത്തിലേക്ക് നല്ല പുതിയ മാവിലകൾ നല്ല രീതിയിൽ വട്ടത്തിൽ ഭംഗിയായി വെച്ച് അതിനു മുകളിൽ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ നല്ല നാളികേരം കുങ്കുമവും മഞ്ഞളും ചാർത്തി അതിനു മുകളിൽ വയ്ക്കുന്നു. ചെറിയ പട്ടുകൊണ്ട് പാവാട ചാർത്തി അലങ്കരിക്കുന്നു. പൂക്കൾ കൊണ്ടൊക്കെ നന്നായി അലങ്കരിച്ച് ദേവിയായി സങ്കല്പിച്ച് പൂജാമുറിയിൽ വയ്ക്കുന്നു. മഞ്ഞളിൽ മുക്കിയ ശുദ്ധമായ ഒരു ചരട് കുടത്തിൽ ചുറ്റിക്കെട്ടുന്നു. ധാരാളം സുഗന്ധധൂപങ്ങളും ഒരുക്കി വയ്ക്കുന്നു. വരലക്ഷ്മി പൂജ നടത്തുന്നതിന് മുൻപ് ഇവയെല്ലാം നന്നായി ഒരുക്കി വയ്ക്കേണ്ടതുണ്ട്. നിലവിളക്ക് തേച്ചു മിനുക്കി അതിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ഒരുക്കി വയ്ക്കണം. പൂജാമുറിയില്ലാത്തവർ വടക്കു കിഴക്കേ മൂലയിലോ കിഴക്ക് ഭാഗത്തോ പീഠമൊരുക്കി പട്ട് വിരിച്ച് അവിടെ കലശം വയ്ക്കുക. ലക്ഷ്മി ദേവിയുടെ ചിത്രമോ ബിംബമോ ഉണ്ടെങ്കിൽ വെച്ച് അവിടെ ദേവിയുടെ മുൻപിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വയ്ക്കാവുന്നതാണ്. സുഗന്ധധൂപങ്ങൾ കത്തിക്കുകയും വേണം. ദേവിക്ക് പൂമാലകളും അലങ്കാരങ്ങളും ചാർത്തി നേദ്യങ്ങളും സമർപ്പിക്കണം. ശർക്കര പായസം, മധുരപലഹാരങ്ങൾ, മധുരഫലങ്ങൾ എന്നിവയൊക്കെ നേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഒരു താലത്തിൽ പുതിയ കുങ്കുമം, കൺമഷി, ചാന്ത്, വളകൾ, പട്ട് എന്നിവ വയ്ക്കണം. അഷ്ടമംഗല്യ സെറ്റ് കയ്യിലുള്ളവർ അതും വയ്ക്കണം. കയ്യിലുള്ള ദീപങ്ങളെല്ലാം തെളിയിച്ച് സമർപ്പിച്ച് ഗണപതി സ്തോത്രം, ദേവീ സ്തോത്രങ്ങൾ എന്നിവ ചൊല്ലേണ്ടതാണ്. കനകധാരാ സ്തോത്രം, അഷ്ടലക്ഷ്മി സ്തോത്രം എന്നിങ്ങനെയുള്ള സ്തോത്രങ്ങളെല്ലാം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം പ്രസാദം കുടുംബത്തിലുള്ളവർക്കെല്ലാം വിതരണം ചെയ്യുക. വരലക്ഷ്മി പൂജ പ്രധാനമായ സമയം
പൗർണമി തിഥി ഓഗസ്റ്റ് 8 ഉച്ചയ്ക്ക് 2:12 ആരംഭിച്ച് ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് 1:25 അവസാനിക്കുന്നു. ത്രിസന്ധ്യയ്ക്ക് പൗർണമി തിഥി വരുന്നത് ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 ഉച്ച കഴിഞ്ഞ് 2:15 മുതൽ 3:41 വരെയുള്ള സമയവും സന്ധ്യ കഴിഞ്ഞ് 7:27 മുതൽ 8:54 വരെയുള്ള സമയവുമാണ് പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയം. അതിൽ സന്ധ്യാസമയം ഏറ്റവും ഉത്തമം. പൂജാ പ്രധാനമായ സമയത്ത് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് സുന്ദരിമാരായി വേണം കുടുംബിനികൾ പൂജ ചെയ്യാൻ. ദേവിക്കും കലശത്തിനും മുന്നിൽ നെയ്ദീപം തെളിയിച്ച് സുഗന്ധ ധൂപങ്ങൾ കത്തിച്ച് നേദ്യം സമർപ്പിച്ച് സ്തോത്രങ്ങൾ ചൊല്ലി ആരതിയെടുത്ത് വിശ്വാസത്തോടെ ആരാധിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. വരലക്ഷ്മി പൂജ നന്നായി അനുഷ്ഠിച്ച് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. തുടക്കത്തിൽ ചൊല്ലിയിട്ടുള്ള മന്ത്രം വരലക്ഷ്മി പൂജാ സമയത്ത് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠം. നിത്യവും പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഈ മന്ത്രം ത്രിസന്ധ്യാ നേരത്തെ ചൊല്ലുന്നത് കുടുംബ ഐശ്വര്യത്തിനും സർവ്വവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും വളരെയധികം നല്ലതാകുന്നു. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മ്യൈ നമഃ. 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 ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മ്യൈ നമഃ.